റഫീഖ് സലഫി ചോദിക്കുകയാണ്, ഇറാഖിനാണോ ഇവിടെ മുസ്ലിമീങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുക എന്ന്, ഇറാഖിനാണ് അതിന് കഴിയുക എന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ വാദിക്കുന്നത് പോലെ. എന്നിട്ട് ചോദിക്കുകയാണ്, ഫലസ്തീനിന് വേണ്ടിയല്ല അവരെന്ത് ചെയ്യണത്, പൊരുതിയത് അവരെ നാട്ടിലേക്ക് കയറി വന്നപ്പോഴാണ്. ഇപ്പോൾ റഫീഖ് സലഫിനോട് ചോദിക്കാനുള്ളത്, മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, എത്ര രാഷ്ട്രങ്ങളുണ്ട്? ഇവരിവിടെ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്, മൗനം വീക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു ഇറാനെ മാത്രമാണോ ഇവിടെ? ഇറാൻ എന്തെങ്കിലും ചെയ്താൽ അതിനെ വിമർശിക്കുന്നത്, അതിനെ അനുകൂലിക്കുന്നതിന് പകരം വിമർശിക്കാതെ സ്വന്തം നിങ്ങൾ പറയുന്ന സുന്നി എന്ന് പറയുന്ന രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അവർ ഇവിടെ അമേരിക്കക്ക് താവളം ഒരുക്കി കൊടുത്ത ആ താവളത്തിലേക്ക് വരെ ഈ ഇറാനികൾ ബോംബിട്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ അവർ ആർക്ക് വേണ്ടിയിട്ടാണോ പൊരുതുന്നതെങ്കിൽ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ നമ്മൾ അവരെ പുകഴ്ത്തി പറയാം, കോട്ടമുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആശയങ്ങൾ എടുത്തിട്ട് എന്താണ് വിമർശിക്കുക. ഇതിൻ്റെ പേരാണ് കാപ്പട്ടി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ തലൻ്റെ ഉള്ളിൽ തലച്ചോറ് എന്ന് പറഞ്ഞിട്ടൊന്നത് ചകിരിച്ചോറായാൽ അത് നടക്കില്ല. അപ്പോൾ റഫീഖ് സലഫി തൊള്ള തുറക്കാതെ തന്നെ സമൂഹം രക്ഷപ്പെടും. കാരണം അയാൾ പറഞ്ഞെടുത്ത് വെച്ചിട്ട് എന്താണ്, അയാൾ മരടിച്ച് പോവുക ചെയ്യുന്നത്. ഇവിടെ ഒരു ജനതയെ മരടിപ്പിക്കുക ചെയ്തത്. അത് ഇവരെ തൗഹീദിൻ്റെ ഒരു സന്ദേശം തന്നെ അങ്ങനെയാണ്. അവരല്ലാത്തവരൊക്കെ മുശ്രിക്ക് എന്നാണല്ലോ അവരെ വാദം. ഇവിടെ കേരളത്തിലുള്ള സുന്നികളുമായിട്ട് സംവാദം നടത്തൽ എന്തിനാണ്? നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കും, ഞങ്ങൾ മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ. അത് ഇയാളൊരു വാദം മാത്രമല്ല, സുന്നികളെ പള്ളികൾ മുഴുവനും അമ്പലം പോലെയാണെന്ന് പറഞ്ഞ ഒരു വില കൂട്ടത്തിൽ വലിയ നേതാവ്, അവിടെ നിസ്കരിക്കുന്ന പൂജാരി, ഇമാമ് പൂജാരിയെ പോലെയാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇത്രക്കും ജാള്യതയായ മോശമായ വർത്തമാനം പറയുന്ന റഫീഖ് സലഫി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതൊക്കെ നല്ലത്. ആരെങ്കിലും എഴുതിയ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഇത് റസൂലുള്ള പറഞ്ഞ് ഇത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇവർ, സ്വന്തം പാർട്ടിൻ്റെ നേതാവായിരുന്ന അബ്ദുസലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്, 40ഓളം ഹദീസ് ഞാൻ സഹിയ ഹദീസ് ലൈഫാക്കിയിട്ട് എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്ന ഹുങ്കര സംസാരിക്കുന്ന ആളാണ് അവർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ലൈഫാക്കുക, സഹിയാക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രം നിങ്ങളുടെ വളർച്ച എത്തിയിട്ടില്ല. നിങ്ങൾ ഈ മരടിച്ച് മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ മെലിഞ്ഞില്ലാതെ